നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനിത് ലോക്കറിൽ സൂക്ഷിക്കാം ശിവാനി. അത് വേണ്ട അമൽ, തൽക്കാലം ഇത് എന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇട്ട് എനിക്കൊന്ന് സെൽഫി എടുക്കണം. എടി, നീ നിന്റെ പഴയ നമ്പർ തൽക്കാലം ഉപയോഗിക്കണ്ട. ഞാൻ പുതിയ സിം വാങ്ങിത്തരാം. അതിട്ടിട്ട് ഫോൺ ഓൺ ചെയ്താൽ മതി. അതെനിക്കറിയാം. എന്നാ നീ വേഗം പോയി സിമ്മും എനിക്കിടെ കുറച്ച് ഡ്രസ്സ് വാങ്ങിട്ട് വാ. കാശില്ല ശിവാനി. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതോടെ എൻ്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു. ഇനി യാത്രയ്ക്കും ഭക്ഷണത്തിനും ഒക്കെ കടം വാങ്ങണം. എന്തിനാ കടം വാങ്ങുന്നേ? 100 പവൻ സ്വർണം കയ്യിലിരിക്കല്ലേ? ഇതുകൊണ്ടേ പണയം വെക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മുഴുവനും വാങ്ങിക്ക്. എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും നിന്റെ കയ്യിൽ നിന്ന് വാങ്ങില്ലായിരുന്നു ശിവാനി. അതൊന്നും സാരില്ല, പോയിട്ട് വാ. ശരി. ഇതുപോലെ നിന്റെ കയ്യിലെ മുഴുവൻ സ്വർണവും ഞാൻ ഊരിയെടുക്കും ശിവാനി. ഡ്രസ്സിൽ ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്. റിസപ്ഷന് വേണ്ടി ഞാനും പ്രണവേട്ടനും കൂടി പോയി വാങ്ങിച്ചതാ. നേരത്തെ ശിവാനി ചേച്ചിക്ക് വേണ്ടി വാങ്ങിയത് ഉപയോഗിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞു. എന്നാലും ഞങ്ങളുടെ സെലക്ഷൻ ചേച്ചി എടുക്കുന്നതിന്റെ അത്ര ബെസ്റ്റ് ആവില്ല. ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. കണ്ടപ്പോഴേ എനിക്ക് തോന്നി യാമിനിയായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. 7 മണിക്ക് തന്നെ റിസപ്ഷൻ തുടങ്ങുന്ന ഗോപിയേട്ടൻ പറഞ്ഞത്. അതിഥികളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും. ഞാൻ റെഡിയാ ആന്റി. കല്യാണത്തിന്റെ സമയത്ത് ചില വിഷമതകളൊക്കെ ഉണ്ടായെങ്കിലും ഒടുവിൽ ഈ വിലപ്പെട്ട നിധി തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഗൗതമിന് നിന്നോടുള്ള അടുപ്പക്കുറവൊക്കെ ഈ റിസപ്ഷൻ കഴിയുന്നതോടെ മാറിക്കോളും മോളെ. ഏട്ടന് ചേച്ചിയുടെ അടുപ്പക്കുറവൊന്നും ഇല്ലമ്മേ. ചമ്മല് കാരണം ഏട്ടൻ വെറുതെ ഗൗരവം നടിക്കുന്നതാ. അല്ല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ആന്റി. എനിക്കറിയാം മോളെ, നീ നിന്റെ അമ്മയും സഹോദരനെ ഓർത്തു അല്ലേ? അവരെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നീ പോന്നതുകൊണ്ട് നിന്റെ കുടുംബത്തിനുള്ള നഷ്ടം എനിക്കറിയാം. അതിന് ഞാൻ തന്നെ പരിഹാരം കാണാം. നിന്റെ അനിയനെ ഞാൻ പഠിപ്പിച്ചോളാം. നിഖിലേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പഠിപ്പിക്കായിരുന്നു. ആള് ഭയങ്കര ബ്രില്യന്റ് ആമേ. ശരിക്കും ഒരു ബുജി. ആന്റി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അതുപോലെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ ആന്റിയെ നോക്കും. ഇതെന്താ ജുവൽ ബോക്സോ? ചേച്ചിക്ക് സമ്മാനം കൊടുക്കാനാണോ? എനിക്ക് ദൈവം തന്ന വരദാനമായ ഗൗതമിനെ തട്ടിയെടുത്ത ഇവൾക്ക് ഞാൻ സമ്മാനം കൊടുക്കണോ? ഞാൻ ആരെയും തട്ടിയെടുത്തിട്ടില്ല ആന്റി. ഗൗതം സാർ നിങ്ങളുടെയൊക്കെ സ്വന്തം തന്നെയാ. ഒരിക്കലും നിങ്ങളെ വേർപിരിക്കാൻ ഞാൻ ശ്രമിക്കുകയില്ല. ശ്രമിച്ചാലും നടക്കില്ല. വസു, നെക്ലസ് നന്നായിട്ടുണ്ട്. റിസപ്ഷന് നിധി ഇതിട്ട നല്ല ഭംഗിയുണ്ടാവും. നിന്റെ കൈകൊണ്ട് തന്നെ ഇത് അണിയിച്ചു കൊടുക്ക്. ഞാനിതിവൾക്ക് കൊടുക്കും. പക്ഷേ അതിനു മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇവള് ഗൗതമിന്റെ കാലിൽ വീണ് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് അപേക്ഷിക്കണം. അയ്യോ ആന്റി, ആ പ്രശ്നം ഇതുവരെ വിട്ടില്ലേ? ഇല്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും ജയിക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യുകയാണ് എന്റെ രീതി. ഇതിന്റെ വിലയൊന്നും ഇവൾക്ക് അറിയാൻ വഴിയില്ല. കുപ്പക്കൂനയിൽ കിടക്കുന്നവൾക്ക് എന്ത് ഡയമണ്ട്, എന്ത് വജ്രം. എന്നാലും ഇതൊക്കെ ഇടാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്? ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിച്ചാൽ ഇത് ഞാൻ ഇവൾക്ക് കൊടുക്കും. അപ്പൊ ഞാനുമായുള്ള യുദ്ധം ജയിക്കാൻ ഡയമണ്ട് നെക്ലേസ് എന്ന പ്രലോഭനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ആന്റി, അല്ലേ?
യെസ്. ഏത് പെണ്ണാ ഈ പ്രലോഭനത്തിൽ വീഴാത്തത്? ഞാൻ വീഴില്ല. എന്റെ അന്തസ്സും അഭിമാനവും ആരുടെ മുമ്പിലും പണയം വെക്കാൻ ഞാൻ തയ്യാറുമല്ല. ആന്റി എന്നോട് സ്നേഹത്തോടെ പെരുമാറിയ ഞാൻ ആരോടും മാപ്പ് പറയും. പക്ഷെ അടിമയാക്കി അനുസരിപ്പിക്കാൻ നോക്കിയ സോറി, എന്നെ അതിന് കിട്ടില്ല. നിന്നെപ്പോലൊരു അഹങ്കാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വന്നു കയറിയ മഹാലക്ഷ്മിയാ നീ കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കുന്നത്. സാരമില്ല ആന്റി, ഈ ഡയമണ്ട് മഹാലക്ഷ്മിയെ കൊണ്ടുപോയി സേഫായി പൂട്ടിവെക്ക്. ഇങ്ങനൊരു സാധനം കയ്യിലുണ്ടെന്ന് വല്ല കള്ളന്മാരും അറിഞ്ഞ ആന്റിയുടെ ജീവന് തന്നെ ആപത്താ. കയ്യില് നയാ പൈസ ഇല്ലെങ്കിലും നാവിന്റെ നീളം അസാധ്യം. അല്ലെങ്കിലും ഒഴിഞ്ഞ പാത്രം തറയിൽ വീഴുമ്പോ കൂടുതൽ ശബ്ദം കേൾക്കുമല്ലോ. തലക്കടിക്കാനും ഒഴിഞ്ഞ പാത്രം ബെസ്റ്റാണ് ആന്റി. എടീ, ചുമ്മാ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. കാണിച്ചു തരാൻ നിന്നെ ഞാൻ. ആന്റിയുടെ ഡയലോഗിൽ അമ്മയോട് പറയുന്ന തന്നെയാ. പക്ഷെ ആദ്യമായിട്ട് അതിനിവിടെ ഒരു കൗണ്ടർ ഡയലോഗ് കേൾക്കുന്നത്. ഞാൻ ചേച്ചി പൊളിച്ചു. ഒന്ന് പോടി എവിടുന്ന്. നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? നീ ഇതൊന്നും കാര്യാക്കണ്ട മോളെ. വസുന്ധര ഒരു സൈഡിൽ കിടന്ന് വല്ലതൊക്കെ പറയും. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, അത്ര തന്നെ. ആ, മിക്കവാറും ഇത് തന്നെയാവും എന്റെ കർമ്മം. വിധി. അമ്മേ, അമ്മേ, അമ്മ ടെൻഷനിലാണോ? ടെൻഷനൊന്നും അല്ല മോനെ, സങ്കടമാ. എനിക്ക് എന്റെ മനസ്സിന്റെ വിങ്ങൽ അടക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി നിധിയാണെന്ന് എനിക്കറിയാം. അവൾക്ക് വേണ്ടി ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. നീ എന്തിന് അവൾക്ക് വേണ്ടി മാപ്പ് പറയണം? അതിന് നിന്റെ ആരെങ്കിലും ആണോ അവള്? നിന്റെ ആയുസ്സിന് വേണ്ടി കോംപ്രമൈസിന് തയ്യാറായിട്ടാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ ചെയ്ത തെറ്റിന് നിന്നോട് മാപ്പ് പറയാൻ പോലും അവൾ തയ്യാറല്ല. ഹാ, അതൊക്കെ പോട്ടെ. ഇപ്പൊ ഈ ഡയമണ്ട് അവൾക്ക് കൊടുത്തിട്ട് വീണ്ടും അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന മട്ടിലാണ് അവൾ എന്നോട് സംസാരിച്ചത്. പക്ഷെ എന്നോട് അവൾ പറഞ്ഞത് കഴിഞ്ഞതെല്ലാം മറക്കാനും പൊറുക്കാനും അവൾ തയ്യാറാണെന്നാ. അതൊക്കെ അവളുടെ അടവാ. നിന്റെ മുന്നിൽ നല്ല കുട്ടി ചമയണം, എന്നിട്ട് എന്റെ മുമ്പില് തനി സ്വരൂപം പുറത്തെടുക്കും. നാളെ തന്നെ ഞാനിവിടുന്ന് താമസം മാറ്റാം. നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞോ? എനിക്ക് അമ്മയും പാർവനെയും ഒരുപോലെ വേണം. എന്റെ ജീവൻ ഒട്ടും വില കൽപ്പിക്കാതെ ശിവാനി എന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ച നിധിയോട് എനിക്കൊരു സെന്റിമെന്റ്സും ഇല്ല. ജാതകദോഷത്തിന്റെ കാര്യം മാത്രമല്ല, വേറെ ഒരുത്തനുമായിട്ട് ഡീപ്പ് റിലേഷനിലായിരുന്നു ശിവാനി. അവൾക്ക് സിനിമയിൽ അഭിനയിക്കാനായിരുന്നു താല്പര്യം. അതെല്ലാം നിധി എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഇനി അവളെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ പോലും ഞാൻ തയ്യാറല്ല. എങ്കി നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്താ അമ്മേ? നിന്റെ ജാതകദോഷം മാറിയാൽ നീ അവളെ ഡിവോഴ്സ് ചെയ്യണം. അതിനിടയ്ക്ക് നിനക്കും നമ്മുടെ കുടുംബത്തിനും ചേരുന്നൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തും. നീ അവളെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. നീ എന്താ ഒന്നും പറയാത്തത്? ഇനിയൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലമ്മേ. ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിധി അഡ്ജസ്റ്റ് ചെയ്തുകൂടെ ജീവിക്കട്ടമ്മേ. അതിനവള് തയ്യാറായില്ലെങ്കിലോ? തയ്യാറല്ലെങ്കിൽ അവൾ ഇറങ്ങിപ്പോക്കോട്ടെ. ഞാനായിട്ട് വിവാഹമോചനം നടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാക്കാണോ? വെറും വാക്കല്ല, ഇതിന്റെ പ്രതിജ്ഞയാ. നിധിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്തു ചാടിക്കണം. അത് കഴിഞ്ഞ് മറ്റൊരു വിവാഹത്തിലേക്ക് ഗൗതമിന്റെ മനസ്സ് മാറ്റാൻ എനിക്ക് പറ്റും.